റവ പൊങ്കൽ ഉണ്ടാക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവ എടുക്കുമ്പോൾ 3/4 കപ്പ് ചെറുപരിപ്പ് എടുക്കണം. ചെറുപരിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പരിപ്പാണ്. പിന്നെ നെയ്യ് വേണം. പൊങ്കൽ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല നെയ്യ് ചേർക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് നെയ്യ് എടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ കാഷ്നട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചോപ്പ് ചെയ്തെടുത്തത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. പിന്നെ കായത്തിൻ്റെ പൊടി കാഷ്നട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ പൊങ്കലാക്കാന്ന്. ചെറുപരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ കുക്കറിലേക്ക് പരിപ്പ് ചേർക്കാം. ഈ പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 3 കപ്പ് വെള്ളം ചേർക്കാം. ഈ മൂടി വെച്ചിട്ട് ഈ പരിപ്പ് വേവിച്ചെടുക്കാം. ഇതൊരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കാം. അപ്പോഴേക്കും പരിപ്പ് നന്നായിട്ട് വെന്ത് നല്ല പേസ്റ്റ് പോലെ കിട്ടും. നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഈ പരിപ്പ് വെന്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റവ പൊങ്കൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ ചൂടായ പാനിലേക്ക് നെയ്യ് ഒഴിക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പൊങ്കലേക്ക് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് നെയ്യ് വേണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചൂടായ നെയ്യിലേക്ക് കടലപ്പരിപ്പ് ചേർക്കുക, കുരുമുളക് ചേർക്കുക, ഉഴുന്ന് ചേർക്കുക, ഇതിലേക്ക് കാഷ്നട്ട് ചേർക്കാം. ഇതെല്ലാവരും നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ജീരകം ചേർക്കാം. ജീരകം ഇതെല്ലാം റോസ്റ്റ് ആയിട്ട് ചേർത്താൽ മതി, അല്ലെങ്കിൽ ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലേക്ക് ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് റവ ചേർക്കാം. ഈ റവ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ റവ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ ചെറുപരിപ്പ് ചേർക്കാം. മൂന്ന് കപ്പ് വെള്ളം ചേർക്കാം. ഈ പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ 3 കപ്പ് വെള്ളം വേണം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഈ പൊങ്കൽ റെഡി ആയി കഴിയുമ്പോൾ ഇത് നമ്മൾ സ്പൂണിൽ എടുത്തിട്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇടുമ്പോൾ ആ സ്പൂണുമേന്ന് ഇങ്ങനെ താനെ വിട്ടു പോരണം.
അതങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് നന്നായിട്ട് ചേർക്കണം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് മൂടി വയ്ക്കാം. ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് നല്ല തിക്കായിട്ട് വരണം. അപ്പോൾ ഇത് മൂടി വയ്ക്കാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കും. ഇതൊന്നും കൂടി നന്നായിട്ട് തിക്കായിട്ട് വരണം. ഇതൊരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതൊന്നുകൂടി നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ റവ പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണിത്.